ഗുഡ് ഈവനിങ്. ഇന്നത്തെ ടോപ്പിക് കുട്ടികളുടെ മുട്ടിൻ്റെ വളവിനെ പറ്റി സംസാരിക്കാനാണ്. ചില കുട്ടികൾക്ക് എസ്പെഷ്യലി 4 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മുട്ടിങ്ങനെ പുറത്തേക്ക് വളയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഇവാലുവേഷനും ഡയഗ്നോസിസും ടെസ്റ്റുകളെ പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഏറ്റവും കോമൺ കാരണം ഫിസിയോളജിക്കൽ ജെന്യുവയർ എന്ന് പറയും. അതായത് 90% കുട്ടികൾക്ക് 4 വയസ്സ് വരെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. 4 വയസ്സിന് ശേഷം അത് സ്ട്രേറ്റ് ആവാൻ തുടങ്ങും. പിന്നെ 7 വയസ്സാകുമ്പോഴാണ് നമ്മുടെ മുട്ട് പോലെ അത് സ്ട്രേറ്റ് ആവാം. സോ ഏറ്റവും കോമൺ കാരണം ഫിസിയോളജിക്കൽ ജെന്യുവയറും, അതായത് നോർമൽ വളവുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം കാൽഷ്യം കുറയുമ്പോൾ, എസ്പെഷ്യലി കഴിക്കുന്ന ഭക്ഷണം പാല് അല്ലെങ്കിൽ മുട്ട കുറയുമ്പോ കാൽഷ്യം കുറയും, എല്ലിന്റെ കട്ടി കുറയുമ്പോ കുട്ടികൾ നടക്കുമ്പോ വളവ് വരാൻ തുടങ്ങും. കാരണം ബോൺ എല്ലിന് വെയിറ്റ് താങ്ങാൻ പറ്റാത്ത കാരണം. പിന്നെ മൂന്നാമത്തെ കാരണം റിക്കറ്റ്സ്, അതായത് വിറ്റാമിൻ ഡി കുറയുമ്പോഴാണ്. പല ടൈപ്പ് റിക്കറ്റ്സ് ഉണ്ട്. ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ വിറ്റാമിൻ ഡിയുടെ ഒരു പ്രോബ്ലം കാണാറുണ്ട്. ചില കുട്ടികൾ വിറ്റാമിൻ ഡി എക്സാമ്പിൾ ഭക്ഷണത്തിന്റെ കുറയുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. സോ റിക്കറ്റ്സ് ഡയഗ്നോസിസ് മാത്രമല്ല, അതിന് വേറെ കുറെ ടെസ്റ്റുകളുണ്ട്. പിന്നെ നാലാമത്തെ കാരണം ബ്ലൗൺസ് ഡിസീസ്. ഇത് ഒരു എല്ലിന്റെ ഒരു ഡിസോർഡറാണ്. യൂഷ്വലി ഒരു സൈഡിൽ മാത്രം മുട്ടിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും. സോ നമുക്ക് ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യാം? യൂഷ്വലി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു കുട്ടി വന്നാൽ ഫസ്റ്റ് നമ്മളൊരു ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കും. എസ്പെഷ്യലി കുട്ടികൾക്ക് വേറെ വല്ല അസുഖം ഉണ്ടെന്ന് അറിയണം. അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ICUവിൽ കിടന്നവരോ ഹിസ്റ്ററി ഉണ്ടാവും. ICUവിൽ കിടക്കുന്ന കുട്ടികൾക്ക് ലിവറിന് അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ ഡിയുടെ മെറ്റബോളിസം, അതായത് അതിന്റെ ഫംഗ്ഷൻ കുറയും. പിന്നെ ആളുടെ ഭക്ഷണം കഴിക്കുന്ന രീതി അതും ചോദിക്കേണ്ടി വരും, ഹിസ്റ്ററി ചോദിക്കേണ്ടി വരും. പിന്നെ വേറെ വല്ല അസുഖങ്ങളുണ്ടെന്ന് അറിയാനാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ചെയ്യാം. എക്സ്റേ എന്താ എടുക്കുക? ഇടുപ്പും മുട്ടും ആങ്കിൾ ജോയിന്റും ഒരുമിച്ചായിട്ട് ഒരു എക്സ്റേ എടുക്കും. കാൽഷ്യം കുറയാണെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയാണെങ്കിൽ എക്സ്റേയിൽ അതനുസരിച്ച് അത് വ്യത്യാസങ്ങൾ വരും. ഇത് എക്സ്റേ മാത്രമല്ല, ക്ലിനിക്കൽ പരിശോധിച്ചിട്ടുമാണ് നമുക്ക് ആ ഡയഗ്നോസിസ് കിട്ടുക. ഇപ്പൊ വിറ്റാമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം കുറയാണെന്ന് വെച്ചോ, എല്ലിന്റെ മുകളിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. അത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. നെഞ്ചിന്റെ അവിടെ ഒരു മുഴ വരും, തലയുടെ ഈ സൈഡിൽ ഒരു ചെറിയ കുഴി വരും, കൈയുടെ ഈ ഭാഗത്ത് ഒരു സ്വെല്ലിംഗ് വരും. കുറച്ച് ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ട്. അതും എക്സ്റേ വെച്ചിട്ടാണ് നമുക്ക് ഡയഗ്നോസിസ് കിട്ടുക. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡി കുറയാൻ പല കാരണങ്ങളുണ്ട്. സോ അതൊക്കെ നമ്മളുടെ ഓർത്തോപെഡിക് വിഭാഗത്തല്ല. അത് നമ്മൾ അങ്ങനെ വരാണെങ്കിൽ, ആ ഡയഗ്നോസിസ് വരാണെങ്കിൽ ഞാൻ നേരെ പീഡിയാട്രീഷ്യന്റെ സൈഡിലേക്ക് വിട്ടു. കാരണം അത് വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. വിറ്റാമിൻ ഡി ശരിയാക്കിയാലാണ് മുട്ടിന്റെ വളവ് മാറാം. മുട്ടിന്റെ വളവ് അങ്ങനെ തന്നെ മാറില്ല. സോ നമ്മൾ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ചെയ്തു. ഇപ്പൊ എക്സ്റേ നോർമൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് ഫിസിയോളജിക്കൽ ജെന്യുവയർ, അതൊരു നോർമൽ ബോവിങ് ആണ്. അതിന് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ സാധാരണ ബെൽറ്റ് ഇടിപ്പിക്കാറില്ല. അത് സാധാരണ 4 വയസ്സിന് ശേഷം അത് ശരിയാവാറ്. ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും നോർമൽ ഇങ്ങനെ തന്നെ പോവാം. കാൽഷ്യം കുറയാണെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മൾ വിറ്റാമിൻ ഡിയും കാൽഷ്യം സിറപ്പ് സപ്ലിമെന്റ് ചെയ്യും. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ വളയാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അത് എല്ലിന്റെ ഒരു പ്രോബ്ലം ആണ്. ട്രീറ്റ്മെന്റ് അനുസരിച്ച് പോകും. അത് ഓപ്പറേഷൻ ചെയ്തിട്ട് കാല് നേരെയാക്കേണ്ടി വരും. ചില കണ്ടീഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരു കാല് മാത്രമായിട്ട് വളവ് മാത്രമായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു കാല് നീളക്കുറവ് വന്നാൽ, പിന്നെ കുട്ടിക്ക് ഭയങ്കര ഉയരം കുറവാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ലേറ്റ് വാക്കിംഗ്, 1.5 വയസ്സായിട്ടും കുട്ടി നടക്കുന്നില്ല, പിന്നെ പ്രോഗ്രസീവ്, അതായത് 1.5 വയസ്സും കഴിഞ്ഞിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ 4 വയസ്സിന് ശേഷം ഇതിങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരുന്നാൽ, ദാറ്റ് മീൻസ് അത് എല്ലിന്റെ പ്രോബ്ലം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടപെടും. മീനിങ് അത് ചിലപ്പോൾ സർജറി ചെയ്തിട്ട് ശരിയാക്കേണ്ടി വരും. ഇതിന്റെ പല ടൈപ്പ് സർജറീസ് ഉണ്ട്, പക്ഷെ ഞാൻ ഇന്ന് അതിൽ കിടക്കണില്ല. സോ ഇൻ കൺക്ലൂഷൻ, ഒരു 95% കുട്ടികളുടെ വളവ്, മുട്ടിന്റെ വളവ് 4 വയസ്സാകുമ്പോൾ ശേഷം നേരെയായി വരാറുണ്ട്. റയർ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെന്റ് അതനുസരിച്ച് പോകും. ആസ് ഓൾവേസ്, ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.